ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിലേക്ക് 2 വലിയ സവാള ചതുര കഷ്ണങ്ങളെ അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ 2 പൊട്ടറ്റോയും ചതുര കഷ്ണങ്ങളെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുവാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുക് ഇട്ട് ആദ്യം പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് അതും പൊട്ടിച്ചെടുക്കുക. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊന്ന് മാറി വരുന്ന സമയത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആ പച്ചമുളക് ഇട്ടുന്ന ആ സമയത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില നമുക്ക് ഉണ്ട് അത്രത്തോളം ഇട്ട് കൊടുക്കുക. അതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഞങ്ങളുടെ കുഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ചതച്ചിട്ടാലും നന്നായിരിക്കും. അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അത് എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി എത്തുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണം. തീ അധികം കൂട്ടി വയ്ക്കേണ്ട. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുക്കായി വരും. ഒരു ഹാഫ് കുക്കോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം കുക്കായി വരും. പിന്നെ അധികം നമ്മൾ കുറച്ച് മസാലകൾ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തുള്ളൂ. അപ്പം ഏകദേശം ഈ 10 മിനിറ്റ് കൊണ്ടുതന്നെ നന്നായിട്ട് കുക്കായി വരും. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് ഉടച്ചങ്ങനെ ഇതാക്കുന്നില്ല. അപ്പോൾ അധികം നമ്മളിട്ട് കുഴയ്ക്കണ്ട. ഈ ഒരു സമയം ബാക്കിയുള്ള മസാലകളോട് അടിക്കണം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചാറ്റ് മസാല, ഗരം മസാല, ഇത്രയും മസാലകൾ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുക. അതിലെല്ലാത്തിലും മസാല നന്നായിട്ട് പിടിച്ച് ആ പച്ചമണമൊക്കെ മാറി വരുന്ന ആ ഒരു സമയമാണ് ഇതിൻ്റെ കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ചോറിന് സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.